നേരം വെളുത്ത് സമയം 6:45 7 മണിയാകുന്നു. നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ സൂര്യനൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ ഇപ്പോൾ മഴയൊന്ന് തോന്നു നിൽക്കുക. എന്തെങ്കിലും വെയിൽ കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളുകളായിട്ട് മഴയാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഈ കാണുന്നത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഉള്ളിയും കൂടെ അരിയണം. മസാലക്കറിയും ചപ്പാത്തിയും റെഡിയാക്കണം. അങ്ങനെയൊക്കെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ വേറെ നാട്ടിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ വിമാനാപകടം നടന്നത് വലിയൊരു പ്രയാസമായി. ഓർക്കാപ്പുറത്താണ് അത്രയും പേരുടെ ജീവൻ പോയത്. ഇത് പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ കാര്യമാണെങ്കിൽ പറയുന്നതായിട്ട് 10 മിനിറ്റ് വൈകിയത് കൊണ്ട് ആ പ്ലെയിൻ മിസ്സായൊരു കൊച്ചു. അവർ ശരിക്കും പ്ലെയിനിൽ കയറി പോകാൻ പറ്റാഞ്ഞതിന് അവർക്ക് നല്ല ദേഷ്യവും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വഴക്കിട്ടും വിഷമിച്ചും ഒക്കെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അടുത്ത എവിടെയോ ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയ സമയത്ത് അവർ ഈ അപകടത്തെപ്പറ്റി അറിയുന്നത്. അവർ ധരിച്ചുപോയി. വിശ്വസിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആയുസിൻ്റെ ബലം ഉള്ളതുകൊണ്ട് അവർക്ക് പ്ലെയിൻ മിസ്സായി. അതുപോലെ അതിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയവരും പോയിട്ട് വരാമെന്ന് പറഞ്ഞവരും, കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ, ജോലിക്ക് പോകുന്ന അച്ഛനായിരിക്കും, ചിലപ്പോൾ മറ്റുള്ളവരാരുടെയെങ്കിലും സഹോദരനായിരിക്കും. ഒരാൾക്ക് തന്നെ പല ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈയിടെ അതിനെപ്പറ്റി ഒരാൾ പറയുന്നത് കേട്ടതാണ്. എന്തെങ്കിലും വിഷമോ വൈരാഗ്യമോ ഒക്കെ ആരെങ്കിലും തമ്മിലൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സഹോദരങ്ങളും വീട്ടുകാരും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചോണ്ടിരിക്കരുത്, പറഞ്ഞു തീർക്കണം. ജീവിതം എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജീവിതമല്ല ജീവൻ തീരുമ്പോൾ ജീവിതം തീരുമല്ലോ. ആയുസ് എപ്പോൾ നമ്മളെ വിട്ടു പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിച്ചും സന്തോഷിച്ചും ഒക്കെ ജീവിക്കുക. മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ ജീവിക്കാം എന്നൊന്നും പറയുന്നതിലൊരു അർത്ഥവും ഇല്ല. കേട്ടപ്പോൾ വളരെ ശരിയായിട്ട് എനിക്കും തോന്നി. ജീവിച്ചിരിക്കുമ്പോൾ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് മരിച്ചു കഴിയുമ്പം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ജീവിക്കാമായിരുന്നു, ഒന്ന് കണ്ടിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിൽ നിന്നും അകന്നു പോയവർ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അയാളെ പറഞ്ഞ വാചകങ്ങളൊക്കെ എന്തുമാത്രം ശരിയായിരുന്നെന്ന് ഞാനിങ്ങനെ ഓർക്കുക. ശരിയായിരുന്നു എന്നല്ലേ, ഇനിയും അതൊക്കെ ശരിയാണ്. തിരിച്ച് മുമ്പോട്ട് പോകുന്നത് കൊള്ളാം കാര്യം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ പറഞ്ഞില്ലല്ലോ, ഈ ചപ്പാത്തി കട്ടിംഗ് ബോർഡ് വെച്ചാണ് പരത്തുന്നത്. ചോപ്പിംഗ് ബോർഡ് മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെതായതുകൊണ്ട് തടിയിൽ വെച്ച് മുറിക്കുമ്പോൾ തടി ഇളകുമെന്നോ പ്ലാസ്റ്റിക് വയറ്റി ചെല്ലുമെന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. സ്റ്റീലാകുമ്പോൾ ആ 2 ബുദ്ധിമുട്ടുകളില്ല. അങ്ങനെ സ്റ്റീലിൻ്റെ മേടിച്ചതാണ്. ഞാൻ വലുതായിട്ടൊന്നും ചോപ്പിംഗ് ബോർഡ് വെച്ച് അരിയത്തില്ല, എന്നാലും ഇതാകുമ്പോൾ പരത്തുകയൊക്കെ ചെയ്യാം. ശകലം വലിയ ചോപ്പിംഗ് ബോർഡാണ്, അതുകൊണ്ട് നല്ല സൗകര്യമാണ്. വലിയ വിലയൊന്നുമില്ല, 10-300 രൂപ താഴെ ഉള്ളായിരിക്കും. ഞാനതിന് വില കൂടിയൊന്നും ഓൺലൈനിൽ അങ്ങനെ മേടിക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. കറക്റ്റ് വില ഞാനിപ്പോൾ ഓർക്കുന്നില്ല. നല്ല ചോപ്പിംഗ് ബോർഡാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുക. എല്ലാം പരത്തിയിട്ട് ചുടാമെന്ന് വിചാരിച്ച്
അതാകുമ്പോൾ സൗകര്യം എളുപ്പമുണ്ടല്ലോ, ഒറ്റ നിപ്പിൽ നിന്ന് ചുട്ടേച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ പരത്തുകയും ചുടുകയും കൂടെ ആകുമ്പോൾ വീഡിയോ പിടിക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലാതെ എനിക്ക് പരത്തുകയും ചുടുകയും ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല. വീഡിയോ പിടിക്കാനുണ്ടാകുമ്പം ശകലം ബുദ്ധിമുട്ട് വരും. നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെയല്ലേ, ഇപ്പുറത്തെ സൈഡിൽ വെച്ച് പരത്തണം, അപ്പുറത്തെ സൈഡിൽ വെച്ച് ചുടണം. അങ്ങനെ അല്ലെ അപ്പുറത്തെ സൈഡിൽ വെച്ച് പരത്തണം, ഇപ്പുറത്തെ സൈഡിൽ വെച്ച് ചുടണം. അങ്ങനെ ആകുമ്പം പ്രയാസമാണ്. അതാകുമ്പോൾ എല്ലാം പരത്തി വെച്ചിട്ടാകുമ്പം വീഡിയോ പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പരത്തി ചുടക്കതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും റെഡിയാവുന്നുണ്ട്, കറിയും റെഡിയാവുന്നുണ്ട്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ചപ്പാത്തികളൊക്കെ ചുടാം. എല്ലാം നല്ലപോലൊന്നും പൊളിച്ച് വരുന്നില്ല, ചിലത് നല്ലതായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ കൂട്ടുകാരോട് വേറെ എന്തിനെ പറ്റിയ കാര്യം പറയുന്നത്, ചിലർക്കാണെങ്കിൽ സംസാരിക്കുന്നതിന് വിഷയമൊന്നും വേണ്ട, നല്ലതുപോലെ സംസാരിക്കും, കേട്ടിരിക്കാനും ഒരു സുഖമാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കയ്യോടങ്ങ് വോയിസ് ഓവർ കൊടുക്കാനിരിക്കാം. ഇപ്പോൾ വാഹനങ്ങളുടെ ശബ്ദം, വണ്ടി പോകുന്ന ശബ്ദമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് കേൾക്കാനിരിക്കും. റോഡ് സൈഡിലാണ് വീട്, അതുകൊണ്ടാണ്. അല്ലെ പിന്നെ വലിയ മുറിക്കകത്തിരുന്നാലും ഫാനിൻ്റെ ശബ്ദം കേൾക്കാം. ഒരു നേരിയ ഒരു ഇരപ്പ് ഏത് സമയത്തും കേൾക്കാം. അതല്ലെങ്കിൽ പിന്നെ ഒരു വീഡിയോ യൂട്യൂബർ പറയുന്ന പോലെ കാറിനകത്തിരുന്ന ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് പറയുന്നത് കേട്ട് അവരുടെ ഐഡിയ കൊള്ളാം, നല്ലൊരു ഐഡിയ. മറ്റു ശല്യങ്ങൾ, പുറമേ നിന്നുള്ള ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും കേൾക്കത്തില്ലല്ലോ. ആ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ എങ്ങാനും ചെയ്യണം. കുറച്ച് ഉഷ്ണിക്കും, എന്നാലും കുഴപ്പമില്ല. മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലല്ലോ, മറ്റ് ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ല, വ്യക്തമായിട്ട് പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് കഴിക്കട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം.